നമ്മൾ പാപം ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതൊരു വളരെ വലിയൊരു വെർച്യു ആയിട്ട് നമ്മൾ കൊണ്ടു നടക്കും. ഉദാഹരണത്തിന് യേശു കർത്താവ് ഈ കുളത്തിനരികില് ചെല്ലുമ്പോൾ ഒരു മനുഷ്യൻ അവിടെ വയ്യാതെ കിടക്കുന്നുണ്ട് അല്ലെ. എവിടെയത്? ഇത് വളരെ ബത്സയിദ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ്. അപ്പൊ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് ഇങ്ങനെ തന്നെ കിടക്കുന്നതാണോ ഇഷ്ടം, അതോ നിനക്ക് സൗഖ്യം പ്രാപിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടോ? സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പം പിന്നെ എനിക്ക് വയ്യ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ സെൽഫ് സിമ്പതി എന്ന് പറഞ്ഞൊരു സാധനം അതോടെ കട്ടായി പോകും. അപ്പോ മറ്റൊരാൾ സഫർ ചെയ്യുമ്പോൾ നമുക്ക് സിമ്പതി തോന്നുന്നു. അതുപോലെ അയ്യോ എന്റെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ എന്ന് തോന്നുമ്പോൾ അതിനെയാണ് നമ്മുടെ സെൽഫ് സിമ്പതി എന്ന് പറയുന്നത്. അതായത് സെൽഫ് പിറ്റി. ഈ സെൽഫ് പിറ്റി എന്ന് പറയുന്നത് അത് ഈ ആളോട് കർത്താവ് ചോദിക്കുന്ന അതാണ്, നിനക്ക് സത്യം പറഞ്ഞാൽ രക്ഷപ്പെടണം എന്ന് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? കർത്താവ് പലപ്പോഴും ചോദിക്കുന്നത്, വിഷയമായിക്കൊണ്ടിരുന്ന ആൾക്കാരുടെ ചോദിക്കുന്നത്, നിനക്ക് സൗഖ്യമാണെന്ന് ശരിക്കും ആഗ്രഹമുണ്ട്. കാരണം അവര് ആ ഒരു ഇല്ലായ്മയിലും വയ്യായ്മയിലും സന്തോഷിച്ച് അങ്ങനെ അങ്ങോട്ട് പോയി. ഓക്കെ, അപ്പോൾ സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്നുള്ള സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്നുള്ള ചോദ്യം, ആ ചോദ്യത്തിന്റെ ഉത്തരം നിനക്ക് ഈ അവസ്ഥയിൽ നിന്ന് മാറണോ അതോ ഈ സഫറിങ് നീ എൻജോയ് ചെയ്യണം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ പിറ്റി എന്ന് പറയുന്ന സാധനം, അതായത് നമുക്ക് തോന്നുന്ന പിറ്റി, അത് മറ്റുള്ളവരോട് തോന്നുന്നതിന് പകരം അത് എന്നിലേക്ക് തിരിയുന്നതിനെയാണ് നമ്മൾ സെൽഫ് പിറ്റിങ് എന്ന് പറയുന്നത്. അതിന്റെ ടേണിങ് ഇൻവേർഡ് എന്ന് പറയും. ടേണിങ് ഇൻവേർഡ് ഓഫ് ഇമോഷൻസ്, പിറ്റിയബിൾ ഇമോഷൻസ്. അപ്പൊ സ്വാനുകമ്പ, ഞാനതിന് ആത്മനിന്ദ എന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, എന്തെങ്കിലും ഇപ്പൊ സ്വയത്തോട് തോന്നുന്ന ഒരു സ്വാനുകമ്പ അല്ലെങ്കിൽ സ്വയനിന്ദ അല്ല, അത് ശരിക്കും സ്വാനുകമ്പയാണ്. സ്വയസഹതാപം, അത് എന്നോട് തോന്നുന്നത്. അപ്പൊ ഇതൊരു വശീകരിക്കുന്ന ഭാവമായിട്ടാണ് പറയുന്നത്. കാരണം നമുക്ക് വളരെ രസകരമാണ് ഇത് എൻജോയ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അഹങ്കാരം, ബോസ്റ്റ്ഫുൾനെസ്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഞാൻ ഒന്നും ഇല്ലാത്തവനാണ്, ഞാൻ വളരെ കഷ്ടപ്പെട്ട്, എനിക്ക് വലിയ വിദ്യാഭ്യാസവും. അപ്പൊ നിങ്ങൾ ഞാൻ ഒത്തിരി കഷ്ടത്തിലൂടെ, അപ്പൊ അതിൽ ഗ്ലോറി ചെയ്യുന്നത്, അത് എൻജോയ് ചെയ്യുന്നതുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് പിറ്റിങ് എന്ന് പറയുന്നത്. അപ്പൊ സെൽഫ് പിറ്റിങ് എന്ന പാപം അത് മറ്റൊരാളോട് നമുക്ക് തോന്നേണ്ട ഒരു ഇമോഷനിൽ നിന്ന് തന്നെയാണ്. ഇപ്പൊ ഒരാള് അവരുടെ കുറ്റങ്ങളും വിഷമങ്ങളും അവരുടെ വേദനകളെല്ലാം നമ്മളോട് പറയുന്നതല്ലോ, അത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നതിനാണെന്നറിയോ, ഇതിനേക്കാളും എത്രയും വലിയ കഷ്ടത്തിലൂടെയാണ് ഞാൻ കിടന്നത്. കാരണം നിങ്ങൾ തോന്നുന്നു, അങ്ങനെ തോന്നിയാൽ അത് മറ്റൊരാളോട് ഡയറക്റ്റ് ആകേണ്ട. അപ്പൊ സ്പിരിച്വാലിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രൂ സ്പിരിച്വാലിറ്റി ഒരിക്കലും നമ്മുടെ കഷ്ടങ്ങളെ കുറിച്ച് അറിയില്ല. ഇപ്പൊ കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ കർത്താവിന്റെ കഷ്ടതയെ കുറിച്ച് അല്ല കർത്താവ് ചിന്തിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല, 15,000 പേരോട് കർത്താവ് സംസാരിച്ചിട്ട് അവസാനം എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ചോദിക്കുന്നതിനാണ് അവർക്ക് വല്ല ക്ഷീണം പറ്റിയെന്ന്. കാരണം ഹീസ് നോട്ട് ഹാവിങ് എനി പിറ്റി ഫോർ ഹിംസെൽഫ്. ഞാൻ ആ 3 ദിവസം നിലത്ത് നിൽക്കാതെ ഇത്ര ഒച്ചത്തിൽ ഇവരോട് സംസാരിക്കുമായിരുന്നല്ലോ. നമ്മളാണ് എന്താ പറഞ്ഞിരുന്നില്ല, ഇത്ര അലറി വിളിച്ചിട്ട് ഇവരെല്ലാം കേൾക്കുന്നുണ്ടോ, വല്ലതും മനസ്സിലായോ? എന്നെ ചുമ്മാ മെനക്കെടുത്താൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ട ഇവർ ഞാൻ സംസാരിച്ചു, വല്ല ബോധമുണ്ട്, ഇങ്ങനെ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. പക്ഷെ കർത്താവിന്റെ മനസ്സിലേക്ക് ഇവർക്ക് ഒന്നും മനസ്സിലായാലെന്ന് അറിയാം, എങ്കിലും ഹീസ് നോട്ട് ഫീലിംഗ് പിറ്റി ഫോർ ഹിംസെൽഫ്. അപ്പൊ ഇത് നമുക്ക് നമ്മളോട്, അവർ ലൈഫ് ഈസ് അബാൻഡൻഡ് ആൻഡ് വി ആർ കംഫർട്ടബിൾ വിത്ത് ഇറ്റ്. നമുക്ക് നമ്മുടെ ലൈഫ് വിട്ടുപോയി അതിൽ നമ്മൾ സന്തോഷമുള്ളവരാണ് എങ്കിൽ, അതായത് ഈ സെൽഫ് പിറ്റി നമുക്ക് ക്രിസ്തുവിൽ ആനന്ദിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ സെൽഫ് പിറ്റിയുടെ ഒരു പ്രതിസന്ധി ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സെൽഫ് പിറ്റി വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. ഇന്ന് ഈ സെൽഫ് പിറ്റി എന്ന് പറയുന്നത് വളരെ മനോഹരമായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു സോഷ്യൽ റിയാലിറ്റിയാണ്. അവര് ഇപ്പൊ നമ്മളൊരു ഉപദേശത്തിൽ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൗൺസിലർ എടുത്തു കഴിഞ്ഞാൽ, അവർ ആദ്യം പറയും, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ടു? അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഓർത്ത് കരച്ചിൽ വരും. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്? അവർ നമ്മളോട് ചോദിക്കുന്നത്, നമ്മൾ ചോദിക്കും ശരിയാണല്ലോ, ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ എന്തിനാ ജീവിക്കും? അപ്പൊ അവരങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഫോം ഓഫ് കൗൺസിലിംഗ് ആയിട്ടാണ്. എവിടെയെങ്കിലും ആരെങ്കിലും നമ്മൾ ഉപദേശിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കഷ്ടമായിപ്പോ നിങ്ങളുടെ ലൈഫ്. അപ്പൊ അത് നോക്കുമ്പോൾ അതേ ഐ ആം ഡയറക്റ്റിംഗ് ദാറ്റ് പിറ്റി ടുവേർഡ് ദംസെൽവ്സ്. അപ്പൊ അത് പല സമയത്ത് സംഭവിച്ചു. അപ്പൊ ഈ ഒരു സെൽഫ് പിറ്റി നമ്മൾ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്, നമുക്ക് റിപ്പന്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കഠിന ഹൃദയം ഉണ്ടാകുന്നതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അൺറിപ്പന്റന്റ് ഹാർട്ടാണ് ഇതിന്റെ ഒരു പ്രധാന കോൺസിക്വൻസ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇത് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താ പറയുക, ഇത് എല്ലാവരും ചിന്തിക്കുന്നത് എന്നെ കുറിച്ചാണ്.
സകല മനുഷ്യരും, കാരണം സെൽഫ് പിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പൊതു സ്വഭാവമായുണ്ട്. സകല മനുഷ്യരും ഇത് കാരണം പല ആൾക്കാർ അവരുടെ കഥകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരെല്ലാം ചിന്തിക്കും ഇത് എന്നെ ഉദ്ദേശിച്ച് തട്ടുന്നതാണ് എന്ന് അവരെല്ലാം ചിന്തിക്കും. എന്നോട് ഫോണിൽ പല ആൾക്കാരും പറഞ്ഞു അത് എന്നെ ഉദ്ദേശിച്ചാൽ. ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ മനസ്സിൽ കരുതിയില്ല, പക്ഷെ നിങ്ങളുടെ മുഖം എന്റെ ഓർമ്മയിൽ വന്നു. ചിലപ്പോ നിങ്ങളിങ്ങനെ വിചാരിക്കുമായിരിക്കും, എന്ന് ഞാൻ ചിന്തിച്ചു എന്ന് പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞു അല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ച് അങ്ങനെയല്ല, നല്ലതായിട്ടാ പറഞ്ഞത്, കാരണം എനിക്കത് ഹെൽപ്പായിരുന്നു എന്ന് അവർ പറയാനിടയായി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ബോസ്റ്റിങ്ങിന്റെ മറുവശമാണ് ഈ സെൽഫ് പിറ്റിങ്. നമുക്ക് ഈ സെൽഫിനോടുള്ള നമ്മുടെ പിറ്റി കവർ ചെയ്യാൻ വേണ്ടി ചില ആൾക്കാർ എന്ത് ബോസ്റ്റിങ്ങിലോട്ട്. അപ്പം ആ ബോസ്റ്റിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ഒരു ഭാവത്തെയാണ് നമ്മൾ ഈ സെൽഫ് ലോത്തിങ്, സെൽഫ് പിറ്റിങ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ജയിക്കുന്നയാള് ബോസ്റ്റിങ്, തോക്കുന്നയാൾ എന്ത് ചെയ്യും? സെൽഫ് പിറ്റിയിലോട്ട് പോകും. ഓ എനിക്കെങ്ങനെ വലിയ ബുദ്ധിയൊന്നുമില്ല, നിങ്ങൾ എന്നോടൊരു സിമ്പതി കാണും, യു ഷോ സം പിറ്റി ടു മീ. എന്നാ എനിക്കറിയാവുന്ന ഒരു കാരണവരും പുള്ളി ഓട്ടോക്കാരനോട് വരെ 20 രൂപ ചോദിച്ചാൽ അയാൾ 10 രൂപയ്ക്ക് 10 രൂപ തിരിച്ചു മേടിക്കും. അത് അയാളുടെ ദയനീയാവസ്ഥ പറയുന്നത്. ഭയങ്കര മുതലാളി, അയാൾക്ക് 3-4 വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ അയാൾ പറയും ഞാൻ 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ വേണേ പറ്റിക്കാം എന്ന് പറഞ്ഞ് 2 ഡയലോഗ് അടിക്കുമ്പോൾ ഈ പുള്ളി ആ പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോ സെൽഫ് ബോസ്റ്റിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ സെൽഫ് പിറ്റിങ് എന്ന് പറയുന്നത്. അപ്പൊ അയ്യോ എന്റെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ. ഓക്കെ, ഈ സെൽഫ് ബോസ്റ്റിങ്ങിന്റെ അകത്ത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തുമാത്രം മിടുക്കനാണ്, ബോസ്റ്റിങ് അതാണ്. ഞാൻ എന്തുമാത്രം അച്ചീവ് ചെയ്തിട്ടുണ്ട്, എന്നെ നോക്ക്, എന്റെ സക്സസ് നിങ്ങൾ നോക്ക്, എത്ര പേരാണ് എന്റെ പ്രസംഗം കേൾക്കുന്നത്, എന്റെ ട്യൂണിൽ പറഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, ഒന്ന് അഡ്മയർ ചെയ്യൂ, എന്നെ ഒന്ന് പുകഴ്ത്തി പറയൂ, എന്താ നിങ്ങൾ എന്നെ പുകഴ്ത്താത്തത്? ഇതാണ് ബോസ്റ്റിങ്ങിന്റെ. ഈ സെൽഫ് പിറ്റിങ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തുമാത്രമാണ് കഷ്ടപ്പെടുന്നത്, നിങ്ങൾ അറിയുന്നുണ്ടോ? ഈ കഷ്ടങ്ങൾ വല്ലതും നിങ്ങൾക്ക് അറിയാമോ? അമ്മമാര് പിള്ളേർക്ക് ചോദിക്കത്തില്ല ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിനെ കുറിച്ച് നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? അപ്പോ ഈ കഷ്ടപ്പെടുന്നതിന്റെ അഡ്മിറേഷൻ, കഷ്ടതയിൽ ഇരിക്കുന്നതിന്, ദാരിദ്ര്യം സഹിക്കുന്നതിന്റെ അഡ്മിറേഷൻ, ഇങ്ങനെ നമുക്ക് നമ്മുടെ എന്താ ഈ നമ്മോട് തന്നെ സിമ്പതി തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് അഡ്മിറേഷൻ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവമാണത്. ഓക്കെ, അപ്പൊ വീക്കായിട്ടുള്ള ആളുകൾക്കാണ് ഇത് കൂടുതലുള്ളത്. ഞാൻ കഷ്ടം അനുഭവിച്ച കർത്താവിന്റെ വേറെ ചെയ്യുന്നൊക്കെ പറയുന്നില്ലേ? ഓക്കെ, അപ്പോൾ യു ഷോ സം പിറ്റി ആൻഡ് അഡ്മിറേഷൻ ഫോർ ദ സഫറിങ്സ് ദാറ്റ് ഐ വെന്റ് ത്രൂ എന്നുള്ളതാണ്. ഓക്കെ, ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബോസ്റ്റിങ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. വാ തുറക്കുമ്പോഴേ മനസ്സിലാവും പൊങ്ങച്ചമാണല്ലോ, തള്ളാണല്ലോ എന്ന് വാ തുറക്കുമ്പോഴേ. ഈ സെൽഫ് പിറ്റിങ് നമ്മൾ എത്ര സൂക്ഷിച്ചു നോക്കിയാലും മനസ്സിലാവും. അത് നമുക്ക് ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ചതിക്കുന്ന പാപമെന്നും വശീകരിക്കുന്ന പാപം എന്നൊക്കെ പറയും. നമ്മളെല്ലാവരും നമ്മളെ ഉപദ്രവിക്കുന്ന പോലെയും ആർക്കും നമ്മളോട് സ്നേഹമില്ലാത്ത പോലെ നമുക്ക് തോന്നുകയാണ്. കാരണം ഐ ആം എ സഫറിങ് സെർവന്റ് ഓഫ് ഗോഡ്, ഐ ആം എ സഫറിങ് സെയിന്റ് എന്ന് ഉള്ളിൽ തോന്നുന്ന ആ ഒരു ഫീലിങ്ങിനെയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് അവരെപ്പോഴും അൺഹാപ്പി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും തുറന്ന് സന്തോഷിക്കാൻ പറ്റത്തില്ല. തുറന്ന് സന്തോഷിക്കാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല, ഞാൻ എന്താണോ ആർജിക്കുന്നത് അത് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ശരിക്കും പറഞ്ഞത് രണ്ടും പ്രൈഡിൽ നിന്നാണ് വരുന്നത്. ഏതാ? ബോസ്റ്റിങ്ങും പ്രൈഡിൽ നിന്നാണ് വരുന്നത്, സെൽഫ് പിറ്റി പ്രൈഡിൽ തന്നെ വരും. പക്ഷെ ഈ പ്രൈഡ് 2 രീതിയിലാണ്. ഒന്ന് അച്ചീവ് ചെയ്തതിന്റെ പ്രൈഡും, മറ്റൊന്ന് കഷ്ടപ്പെട്ടതിന്റെ പ്രൈഡുമാണ്. ഈ അച്ചീവ് ചെയ്തതിന്റെ പ്രൈഡ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, പക്ഷെ കഷ്ടപ്പെട്ടതിന്റെ പ്രൈഡ് മനസ്സിലാവില്ല. എനിക്ക് പല സമയത്ത് സ്റ്റേജിൽ തോന്നിയിട്ടുണ്ട് പഴയ കഷ്ടപ്പാടുകളൊക്കെ ഒന്ന് പറഞ്ഞാലോ. എന്തിനാണെന്നറിയോ? ഈ കഷ്ടപ്പാടിനൊരു പ്രൈഡ് ഉണ്ട്. ഇല്ല, ശരിയല്ലേ? ഞങ്ങൾ ഓങ്കോളിലായിരുന്നപ്പോൾ, അപ്പൊ ആ ഒരു ഇഷ്ടതയുടെ നടുവിലൂടെ ഞങ്ങൾ നടക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പ്രൈഡ് ഉണ്ട്. ആ പ്രൈഡ് ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പൊ ബാക്കിയുള്ളവരെല്ലാം എന്തൊരു തള്ളുന്നല്ല പറയുന്നത്, എന്ത് കഷ്ടപ്പെട്ട ഇവര് കർത്താവിന്റെ വേല ചെയ്ത്, അങ്ങനെ ഒരു അഡ്മിറേഷൻ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പൊ ഏതാ കൂടുതൽ ഗുരുത്വം കെട്ട പാപം? ഏതാ കൂടുതൽ എന്താ പറയുന്നത് നമ്മളെ വശീകരിക്കുന്ന പാപം ഏതാണ്? നമ്മളെ വഞ്ചിക്കുന്ന പാപം സെൽഫ് പിറ്റിങ്. സെൽഫ് പിറ്റിങ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ആരുടെ കഷ്ടതകൾ നമുക്കൊരു പ്രശ്നമാണ്. ഏറ്റവും ചതിക്കുന്ന പാപം എന്നോടാണ് എനിക്ക് പിറ്റിയെങ്കിൽ വേറെ ഒരു മനുഷ്യനോട് എനിക്ക് സിമ്പതിയില്ല. കാരണം എന്താ? എടാ ഞാൻ കഷ്ടപ്പെടുന്നു വെച്ച് നോക്കിയാൽ നിന്റെ കഷ്ടപ്പാടൊന്നും ഒന്നുമില്ല. ഉദാഹരണത്തിന് എന്റെ മകൻ, അവൻ താമസിക്കുന്ന ഹോസ്റ്റലിൽ കോളേജിലോട്ട് പോകുന്നു, ഒരു 2 കിലോമീറ്റർ നടന്നാ പോകുന്നു. അപ്പോ ചില സമയത്ത് ഓർക്കുമ്പോൾ നല്ല ചൂടും വെയിലും ഉച്ചയ്ക്ക് നടന്നു പോകണമല്ലോ 2 കിലോമീറ്റർ എന്ന് ആലോചിക്കും.
അപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നു, ഞങ്ങൾ 5 കിലോമീറ്റർ നടന്നു പോയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ലൈൻ ഓഫ് എന്താ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, നിനക്ക് 2 കിലോമീറ്റർ അങ്ങോട്ട് നടന്നാൽ പോരെ, ഞാൻ 5 കിലോമീറ്റർ നടന്നു വരാം. അപ്പൊ ആരോടാ കൂടുതൽ അഡ്മിറേഷൻ തോന്നുന്നത്? സോ വി പർച്ചേസ് ദിസ് അഡ്മിറേഷൻ ഫ്രം എവരിവെയർ. അപ്പൊ ഈ സെൽഫ് പിറ്റിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരാളോട് സിമ്പതി തോന്നില്ല. ഇവര് 2 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു പറഞ്ഞാൽ നമുക്ക് സിമ്പതി ഇല്ല. കാരണം എന്താ? നമ്മൾ അതിനേക്കാൾ കൂടുതൽ നടന്ന മിടുക്കന്മാരായ, ഇതൊക്കെ സഹിക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. വി നീഡ് സം സെൽഫ് അഡ്മിറേഷൻ. അപ്പൊ ഒരാൾ വയ്യാതിരിക്കുന്നു, ഒരാൾക്ക് തലവേദന എന്ന് പറയുന്നു. അപ്പൊ അതിനേക്കാൾ കൂടുതൽ തലവേദന സഹിച്ചിട്ടുള്ള ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴാണ്, അല്ലെ? അപ്പോ ഇങ്ങനെ വേറൊരാളോടും സിമ്പതി തോന്നിപ്പിക്കാൻ പറ്റാത്ത ഒരു ഡിസീറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു പാപത്തെയാണ് നമ്മൾ എന്തോ വിളിക്കുന്നത്, ഈ സെൽഫ് പിറ്റിങ് എന്ന് പറയുന്നത്. സെൽഫ് പിറ്റിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നമുക്കത് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മൾ തന്നെ വലിയൊരു വില കൊടുക്കുന്നത് കൊണ്ടാണ്. ഇപ്പൊ പൈപ്പർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, ഐ ഹാവ് ഇൻ റിസീവ്ഡ് വാട്ട് ഐ ഓഡ്. പൈപ്പർ, ജോൺ പൈപ്പർ. അതിന്റെ കൊട്ടേഷൻ ഇങ്ങനെയാണ്, ഐ ഹാവ് ഇൻ റിസീവ്ഡ് വാട്ട് ഐ ഓഡ്, ഐ ഡിസേർവ് ബെറ്റർ. എനിക്ക് കുറച്ചും കൂടെ നല്ല പോലെ നിങ്ങൾ എന്നെ ട്രീറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ എന്റെ കഷ്ടതകളുടെ കഥ കുറച്ചുകൂടെ പറയാം. നിങ്ങൾക്ക് ഇത് പോരെങ്കിൽ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വേണേ ഒന്നും കൂടെ നിങ്ങളോട് പറഞ്ഞു കേൾപ്പിക്കാം. എന്നാലെങ്കിലും നിങ്ങൾ എന്നെ കുറച്ചുകൂടെ അഡ്മയർ ചെയ്യണം എന്ന് പറയുന്നതാണ് ഇത്. നോ വൺ ട്രീറ്റ്സ് മീ അക്കോർഡിംഗ് ടു മൈ വർത്ത്. എനിക്ക് ഉള്ളത്രയും വർത്ത് എനിക്ക് ആരും തരുന്നില്ല. ഇത് ഈ പ്രവാചകന്മാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാര്യം ഇത്. എന്താണെന്നറിയാം? നിന്നെ നിന്ദിച്ചവരുടെ ഇടയിൽ ഞാൻ നിന്നെ മാനിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിനക്ക് വർത്ത് തരാത്ത ആൾക്കാരെ കൊണ്ടൊക്കെ ഞാൻ നിനക്ക് വർത്ത് തരിപ്പിക്കും. അപ്പൊ നമ്മുടെ ഉള്ളിലെ സെൽഫ് പിറ്റി ആക്ടിവേറ്റ് ആവും. സെൽഫ് പിറ്റി പറയും, ശരിയാ, ഞാൻ എന്തുമാത്രം എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, ഞാൻ എന്തുമാത്രം എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. അതിന് അവരെന്നെ തീർത്തും എന്നെ തിരിച്ച് സ്നേഹിക്കുന്നതേ ഇല്ല. അപ്പൊ ഞാൻ ഒരു വിക്ടിമാണ്. ഐ ആം ഓൾവേസ് ഓൺ ദ ക്രോസ്. ഞാൻ കുറച്ചുകൂടെ നല്ലപോലെ അവരെന്നെ ബഹുമാനിക്കുകയും വരുമ്പോഴേ എനിക്ക് നല്ല ഹോർലിക്സ് ഒക്കെ ഇട്ട് ചായ തരികയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ. ഓക്കെ. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ട് സെൽഫ് പിറ്റി എന്ന് വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഠിന ഹൃദയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇതിന്റെ ഒന്നും സൊല്യൂഷൻ പറയലാട്ടോ ഒരു പ്രസംഗത്തിലും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, സൊല്യൂഷൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഞാനല്ല ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. വെൻ ഐ ലൂസ് ദാറ്റ് പ്രൈഡ് ഓഫ് മൈ ലൈഫ്, എന്റെ ജീവിതം വലിയ ആനയാണ് എന്നുള്ള ചിന്ത എനിക്ക് പോയി കഴിഞ്ഞാൽ ഈ പരവേശം നമുക്ക് നഷ്ടപ്പെടും. ശരിക്കും ഞാൻ കർത്താവിന്റെ വേല ചെയ്യുവാണ്, സഫറിംഗ് ആണ്. ചിലപ്പോ ഞാൻ പറയാറുണ്ട് കേട്ടോ, രാത്രിയിൽ 11:30 വരെ 1:30 വരെ എനിക്ക് ഇന്നലെ 1:30 ആയപ്പോഴാണ് തീർന്നു, 1 മണി കഴിഞ്ഞപ്പോഴാണ് തീർന്നു. അപ്പൊ ഇത് പറയുന്നത് ഞാൻ പറയുന്നുണ്ട്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബിസിയാന്ന് കാണിക്കാൻ വേണ്ടിയാ പറയുന്നത്. ഇത് മനുഷ്യന്റെ ഉള്ളിൽ ഇത് വരും. ഞാൻ ചുമ്മാ ഇരിക്കുമല്ല, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കും പറയാൻ തോന്നുക. കാരണം ദിസ് ഈസ് ഹൗ ഹ്യൂമൻ ബീങ്സ് ആർ മെയ്ഡ്. അപ്പൊ ഞാൻ ശരിക്കും ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്? ഞാൻ ശരിക്കും ചിന്തിക്കേണ്ടത്, നിങ്ങളാരെങ്കിലും അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ നല്ലതാണല്ലോ. ശരിക്കും ഞാൻ ചിന്തിക്കേണ്ടത്, അത് രസകരമായ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാവിലെ ഇവിടെയാണോ എവിടെയോ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസം രാജേഷ് ബ്രദറിനെ വിളിച്ചപ്പോൾ, ഇവിടെ രാവിലെ പറഞ്ഞു, രാജേഷ് ബ്രദറിനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഭയങ്കര ടയർഡാണ്, രാവിലെ തൊട്ട് വൈകിട്ട് വരെ എനിക്ക് വിശ്രമിക്കാൻ പോലും ഒരു ടൈം ഇല്ലാത്ത അവസ്ഥ, കാലിനൊക്കെ നിന്ന് നീരായി. രാജേഷ് ബ്രദർ, ദൈവത്തിന് സ്തോത്രം, എനിക്ക് ഇങ്ങനെയുള്ളൊരു ശുശ്രൂഷയിലൂടെ ഞാനും വരാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഞാൻ മനസ്സിൽ എന്റെ കർത്താവ് എന്നെ വെട്ടി പിളർന്ന് നാശമാക്കി തന്നു. കാരണം അങ്ങനെ ശുശ്രൂഷിക്കാൻ പറ്റുന്നത് ദൈവത്തിന്റെ ഒരു കരുണയാണല്ലോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്ത് വർത്തുണ്ടായിട്ടാണ് ഞാൻ അങ്ങനെ നിൽക്കുന്നത്? ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ നിന്ന് ശുശ്രൂഷിക്കാൻ യാതൊരു വർത്തും ഇല്ലാഞ്ഞിട്ട് കാലൊടിയുന്ന വരെ നിൽക്കാൻ ദൈവം എന്നെ സഹായിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വലിയ കാര്യം. അപ്പൊ അത് ശരിയായ ആംഗിളിൽ നമ്മുടെ ലൈഫിന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് സ്വയമായ ഒരു സെൽഫ് വർത്ത് ഇല്ലെന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ, സെൽഫ് വർത്ത് ഇല്ല, നമുക്ക് കർത്താവിന്റെ വರ್ತേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ആരും നമ്മളോട് എന്ത് ചെയ്താലും അത് നമ്മളെ ബാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോഡ് ലവ്സ് മീ മോർ ദാൻ എനിവൺ എൽസ്. കർത്താവ് നമ്മൾ ഇതിനൊക്കെ ഉപരിയായിട്ട് സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, സെൽഫ് പിറ്റി ഉള്ള ആളുകൾക്ക് സംഭവിക്കുന്നത്, അവർ പ്രതീക്ഷിക്കുന്ന ഒരിടത്തും കിട്ടില്ല. കാരണം എല്ലാവരുടെയും ജീവിതം കഷ്ടപ്പാടിലൂടെ തന്നെ പോകും. അപ്പൊ എന്റെ കഷ്ടപ്പാട് കേൾക്കാനൊന്നും അധികം പേരില്ല, മനസ്സിലായോ? കാരണം ഇപ്പം മിക്കവാറും ആൾക്കാർക്ക് എല്ലാ സെൽഫ് പിറ്റി ഉള്ളതുകൊണ്ട്, ഇപ്പൊ ഒരാഴ്ച ഞാൻ പറയാണ്, ഞാൻ ഭയങ്കര ആയിട്ട് ഇപ്പൊ കുറെ മീറ്റിംഗ് ആയിട്ട് സമയം ഒട്ടുമില്ല.
ഇപ്പൊ ഷാജഹാൻ ഇടയ്ക്ക് ആർട്ടിക്കിൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടും. കാരണം എബ്രായ ലേഖനം എഴുതി കൊടുക്കണം, ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് അപ്പൊ ഞാൻ ഇടയ്ക്ക് ആലോചിക്കും എന്റെ തിരക്കിനെ കുറിച്ച് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. കാരണം സോ ലൈഫ് അങ്ങനെയാണ്. നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നുണ്ടെന്ന് വരുത്താനുള്ള ഒരു പരിശ്രമമുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും നമുക്ക് കിട്ടില്ല. കാരണം നമ്മൾ ഈ ആഗ്രഹിക്കുന്ന അംഗീകാരം ആരും തരാൻ പോകുന്നു. ആദ്യമൊക്കെ നമ്മുടെ കഷ്ടങ്ങൾ കേൾക്കുമ്പോൾ അയ്യോ എന്ന് പറയുമെങ്കിൽ അതേ കഷ്ടം 10 പ്രാവശ്യം കേൾക്കുമ്പോഴത്തേക്കും അയ്യോ ഒക്കെ പോകും. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കർത്താവിനുള്ള ആനന്ദം ഒരിക്കലും അനുഭവിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കയ്യിലുള്ള ഹോപ്പ് എന്ന് പറയുന്ന ഒരു സാധനം അപ്രത്യക്ഷമാകും. ഓക്കെ, കാരണം എന്താണ്? നമ്മളിലേക്ക് ഫോക്കസ് ആകുന്നതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനും നമുക്ക് മടുപ്പാകും. കാരണം ഈ മടുപ്പ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ ചെയ്താലും എനിക്ക് ഇങ്ങോട്ടൊന്നും കിട്ടാനില്ല എന്ന ചിന്ത, സെൽഫ് പിറ്റി വർദ്ധിച്ചു വരുമ്പോഴേ എനിക്ക് ആരെ ശുശ്രൂഷിക്കാൻ പറ്റാതെ, ശുശ്രൂഷ ചെയ്യാൻ പറ്റാതെ, പ്രസംഗിക്കാൻ പറ്റാതെ, ഒരാൾ ഫോൺ വിളിച്ചാൽ പോലും തിരിച്ച് സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സെൽഫ് പിറ്റിയിൽ നിന്നാണ് അതെല്ലാം വരുന്നത്. അതുപോലെ ഗോസിപ്പുകൾ നമ്മൾ പറയുന്നത് ഈ എന്തെങ്കിലും സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ പറ്റില്ല. വേറെ ആളെ കുറിച്ച് നമ്മൾ ഗോസിപ്പ് പറയുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? എന്താ രസമെന്നറിയാതെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കുറിച്ച് ആരെങ്കിലും രണ്ടുപേര് കമന്റ് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത സുഖമാണ്. കാരണം എനിക്കതെല്ലാം എന്റെ സെൽഫ് പിറ്റി എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഗോസിപ്പിങ്, അതുപോലെ അഡിക്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈ പുവർ സെൽഫ് വർത്തിൽ നിന്നാണ്. അതായത് എന്നെ കുറിച്ചുള്ള എനിക്കുള്ള സിമ്പതി ഈ സെൽഫ് പിറ്റി നിന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധ കുഴികളിലേക്കും ചാടിക്കാൻ പറ്റിയ പാപമാണ് എന്നോട് തന്നെ എനിക്ക് തോന്നുന്ന സിമ്പതി. അത് കർത്താവിന് ഒട്ടും ഉണ്ടായിരുന്നില്ല. നമ്മൾ കർത്താവിന്റെ ലൈഫിലേക്ക് നോക്കുമ്പോൾ ക്രൂശിൽ കിടക്കുമ്പോഴായാലും, അമരത്ത് കിടന്ന് ഉറങ്ങുമ്പോഴായാലും, അത്രയും കഷ്ടപ്പെട്ട് വിശന്ന് ദാഹിച്ച് റോഡിലൂടെ നടക്കുമ്പോഴായാലും ഒരിക്കൽ പോലും ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ കുറിച്ച് കർത്താവ് ചിന്തിച്ചിട്ട് പോലും. ഞാൻ ആലോചിക്കാം എത്ര മനോഹരമായിരുന്നത്. മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് പേടിയായി. കർത്താവ് ആൻഡ് എന്ന് പറഞ്ഞു, അവൻ അവിടെ ഇരുന്നു, ആൻഡ് ഹി വാക്ക് ആൻഡ് ഹി വെന്റ് ടു കംഫർട്ട്. ഇത് ആൻഡ് എന്ന് പറഞ്ഞത് എല്ലാം ഇത് കഴിഞ്ഞ ഉടനെ അത് കഴിഞ്ഞ ഉടനെ ഇത് കഴിഞ്ഞ ഉടനെ ഇതിങ്ങനെ ഒരു കണ്ടിന്യൂസ് യാത്രയാണ്. ഉറക്കം ഇല്ല, രാത്രി പ്രാർത്ഥന, പകൽ എവിടെയെങ്കിലും ഏതെങ്കിലും അമരത്ത് കിടന്ന്, തോണിന്റെ അമരത്ത് തല ചായ്ക്കാൻ സ്ഥലമില്ലാത്ത അലഞ്ഞു നടന്ന ആളാണ് കർത്താവ്. അതെന്റെ ശിഷ്യന്മാരെല്ലാം ശുശ്രൂഷിച്ച് കാല് കഴുകി ആഹാരം ഉണ്ടാക്കി കൊടുത്തതാണ്. ഒരു പരാതിയും ഒരിടത്തും ഞാൻ നിനക്ക് വേണ്ടി കഷ്ടം സഹിക്കുന്നോ അല്ല എവിടെയും എഴുതിയിട്ടുണ്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ കഷ്ടം സഹിക്കുന്ന ഒരു വാക്ക് കർത്താവ് പറഞ്ഞിട്ടില്ല. ദാറ്റ് മീൻസ് ഹി അബാൻഡൻഡ് ഹിസ് ലൈഫ് ഫോർ us. അതായത് ആ ലൈഫ് നമുക്കങ്ങ് തന്നു. അതായിരുന്നു സ്നേഹം. ഈ പ്യുവർ ലവ് എന്ന് പറയുന്നത് നമ്മളെ അങ്ങ് വിട്ടുകൊടുക്കുന്നതാണ്. ഇത് നമ്മളിൽ ഉണ്ടാകാൻ കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ കർത്താവിന് നമ്മളെ തന്നെ വിട്ടുകൊടുത്തു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഒന്നും പൊതിഞ്ഞു വെച്ചിട്ടില്ല. ഓക്കെ, വലിയ പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റുകളൊന്നും നമ്മൾ പൊതിഞ്ഞു വെച്ചിട്ടില്ല. അപ്പൊ ആൾക്കാർ നമ്മളെ ബഹുമാനിക്കാത്തതിനൊന്നും നമുക്കൊരു വിഷമവും തോന്നുകയില്ല. ഓക്കെ, അപ്പോൾ ഈ ലീഡർഷിപ്പിലേക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സെൽഫ് പിറ്റിങ് ഉള്ള ആൾക്കാർ ലീഡേഴ്സ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ സങ്കല്പിച്ചിട്ടുണ്ട്? അത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു മിനിറ്റ് തന്നെ, എല്ലാവർക്കും ഓരോ മിനിറ്റ് തന്നെ ആലോചിച്ച് നോക്കി. ഈ സെൽഫ് പിറ്റിങ് ഉള്ള ഒരാള് വന്നു കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ളവർക്ക് ശ്വാസം വിടാൻ സമയം കൊടുക്കില്ല. കാരണം അവർക്ക് വേറൊരാളുടെ കഷ്ടങ്ങൾ മനസ്സിലാവില്ല. രാത്രി 9 മണിക്ക് ഇരുന്നാലും 10 മണിക്ക് ഇരുന്നാലും പറയും ഞങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ അധ്വാനിച്ചിട്ടുള്ള, വേണമെങ്കിൽ ഇരുന്നാൽ മതി. ദേ വിൽ നോട്ട് ഫീൽ എനി സിമ്പതി. ഭയങ്കര ടാസ്ക് മാസ്റ്റേഴ്സ് ആയിരിക്കും. എന്നാൽ സെൽഫ് പിറ്റി ഇല്ലാത്ത ഒരാളാണെങ്കിലുണ്ടല്ലോ, അയ്യോ 5 മണിയായില്ലേ, ക്ഷീണിച്ചു കാണും അല്ലേ, ചായ വല്ലതും കുടിക്കുന്നു, അങ്ങനെ ചോദിക്കാൻ തോന്നും. കാരണം ഇയാൾ എന്തെങ്കിലും അധ്വാനിച്ചായിട്ട് അയാൾ കണക്കില്ല. അപ്പൊ ഈ കാണുന്നവരുടെ അധ്വാനം മാത്രമേ അയാളുടെ മനസ്സിലേക്ക് വരുന്നുള്ളൂ. കർത്താവിനെ സംബന്ധിച്ച് അതാണ് കർത്താവ് ചോദിക്കാനുള്ള കാരണം. ഈ അവർക്ക് വിശന്നോ, അവർ തളർന്നോ ചോദിക്കാനുള്ള കാരണം കർത്താവ് കഷ്ടപ്പെട്ടതിന് കർത്താവിന് കണക്കില്ല. അവർ ഫ്ലഷിനകത്ത് സൂക്ഷിച്ചിട്ടില്ല. ഞാൻ നിനക്ക് വേണ്ടി 3 ദിവസം മൈക്രോഫോൺ പോലും ഇല്ലാതെ, സ്പീക്കർ പോലും ഇല്ലാതെ 3 ദിവസം എഴുന്നേറ്റ് നിന്ന ഒരൊറ്റ പ്രസംഗം, ആഹാരം പോലും കഴിക്കാതെ ആലോചിക്കണം. 3 ദിവസം 15,000 പേരോട് സംസാരിക്കണമെങ്കിൽ മലയുടെ മുകളിൽ കയറി ആഗ്രഹിക്കണ്ടേ? ഇല്ലേ? എത്ര ഉറക്കെ ആഗ്രഹിക്കേണ്ടി വരും? നമ്മൾ 1000 പേരിരിക്കുന്നവർ സംസാരിക്കാൻ മൈക്രോഫോണിന്റെ പുറകിൽ ഇരുന്ന് കേൾക്കുന്നില്ല. അതുകൊണ്ട് നേരിട്ട് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് മലയുടെ മുകളിൽ കയറി എപ്പോഴും പറയും. മലയുടെ മുകളിൽ നിന്ന് അലറുമ്പം അങ്ങറ്റം വരെ കേൾക്കാം. എത്ര നേരം? 3 ദിവസം. ഒരു പരാതിയില്ല. കാരണം ദാറ്റ് ലൈഫ് ഈസ് എ ഗിവൺ. എന്താ പറയുക, ആ ജീവിതം എറിയപ്പെട്ടതാണ്, നഷ്ടപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അതാണ് കർത്താവിന്റെ പ്രത്യേകത. ആ ഒരു ലൈഫ് നമ്മളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ചെയ്തതൊന്നും നമുക്ക് കണക്കില്ലാതെ, ഞാൻ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്നുള്ളൊരു കണക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകണം.
there is nothing goodness. ആ ഒരു ക്രൈസ്റ്റ് അലോൺ എന്നുള്ള പ്രിൻസിപ്പിളിലാണ് നമ്മൾ പിടിച്ചു കയറുന്നത്, നമ്മൾ രക്ഷപ്പെടുന്നത്. അപ്പൊ സെൽഫ് പിറ്റിയുടെ ഉള്ള ആൾക്കാർ ലീഡർഷിപ്പിലേക്ക് വന്നാൽ, ഈവൻ ഒരു ഫാമിലി തന്നെ, ഫാമിലിയുടെ ലീഡർ സെൽഫ് പിറ്റിയുടെ ആളാണെങ്കിൽ പിള്ളേര് ശ്വാസം മുട്ടും, ഭാര്യ ശ്വാസം മുട്ടും, ആർക്കും മുമ്പോട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. കാരണം ഇവർക്ക് ഒന്നുകൊണ്ട് തൃപ്തി വരുത്താൻ പറ്റും ഈ ആളുകൾക്ക്. അപ്പോൾ ബൈബിളിൽ ഈ ഒരു സെൽഫ് പിറ്റി എന്നുള്ള കാര്യത്തെ പരിഹരിക്കുന്ന ക്രിസ്തുവിന്റെ ജീവന്റെ സമൃദ്ധിയിലൂടെ തന്നെയാണ്. രാവിലെ ഞാൻ ഇവിടെ സംസാരിച്ച അതാണ്, യേശുക്രിസ്തുവിന്റെ ജീവന്റെ സമൃദ്ധി. യേശുക്രിസ്തുവിന്റെ ജീവന്റെ സമൃദ്ധി അനുഭവിക്കുന്ന ഒരാൾ വേറൊരാൾ നമ്മളെ എങ്ങനെ പരിഗണിച്ചു എന്നുള്ളത് കാര്യമാക്കുന്നില്ല. ഓക്കെ, പിന്നെ ഇത് മനുഷ്യരോട് മാത്രമല്ല, ദൈവത്തോടും കുറെ കഴിയുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാകും. ഇപ്പൊ ഉദാഹരണത്തിന് 4 പേര് നല്ലപോലെ പഠിച്ചു, ഓക്കെ, പരീക്ഷ എഴുതാൻ പോയി. അതിൽ ഒരാൾ മാത്രം പരീക്ഷ പോലെ ഇരുന്നപ്പോൾ മറന്നുപോയി, ചോദ്യപേപ്പർ ഉത്തരം ഓർക്കുന്നില്ല. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പഠിച്ചതാണ്. ഒരു ലക്കില്ല, എനിക്കൊരു ലക്കില്ല. ഞാൻ എത്ര പഠിച്ചിട്ടും എനിക്കൊരു ലക്കില്ല. എന്റെ അന്തരീക്ഷം ശരിയല്ല. കേട്ടിട്ടുണ്ടത്? എന്റെ അന്തരീക്ഷം ശരിയല്ല. അപ്പൊ ഞാനൊരു ഭയങ്കര പരിതാപാവസ്ഥ കിടക്കുന്ന ആളാണ്. ഞാൻ എത്ര എഴുതിയാലും ഇത് പാസ്സാവാനൊന്നും പോകുന്നില്ല. കാരണം എന്റെ കൂടെ നക്ഷത്രങ്ങൾ എന്റെ കൂടെ ഇല്ല. വിശ്വാസി പറയുന്നത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പറയുന്ന കാര്യമാണ്, സാഹചര്യം ഒന്നും എനിക്കല്ല, ദൈവം എനിക്ക് അനുകൂലമല്ല, എന്നെ എന്താന്ന് അറിയത്തില്ല, ദൈവം സഹായിക്കുന്നില്ല. ദൈവം എന്നെ എത്രമാത്രം സഹായിക്കേണ്ട കാര്യം എന്റെ സ്വഭാവം വെച്ചു. ഞാൻ എന്തുമാത്രം കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടും ദൈവം എന്നെ ഒട്ടും തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പൊ ആരാ പ്രതി അവിടെ? ആരാ പ്രതി? അപ്പൊ ശരിക്കും പറഞ്ഞാൽ സെൽഫ് പിറ്റി ഉള്ള ഒരാൾക്ക് ദൈവത്തോടും വെറുപ്പാണ് ഉള്ളില്. ദൈവത്തെ പോലും സ്നേഹിക്കാൻ പറ്റത്തില്ല. കാരണം സെൽഫ് പിറ്റി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവമേ, നീ മറ്റവനെ അനുഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ എന്നെ അനുഗ്രഹിക്കേണ്ടതായിരുന്നു. കാരണം നിനക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട പോലെ ആരാണ് കഷ്ടപ്പെട്ടിട്ടുള്ളത്? നിന്റെ അടുത്ത് ഞാൻ മുട്ടുകുത്തിരുന്ന് കരഞ്ഞതുപോലെ എത്ര പേരാ ഇവിടെ കരഞ്ഞിട്ടുള്ളത്? എന്നിട്ട് എന്താണ് എനിക്ക് ഇങ്ങനെ വന്നത്? നീ പോലും എനിക്ക് അനുകൂലമല്ലേ എന്ന് ചോദിച്ചു. ഇതിനെയാണ് നമ്മൾ സെൽഫ് പിറ്റി. സോ വി ഡോണ്ട് ഈവൻ അണ്ടർസ്റ്റാൻഡ് ദ വിൽ ഓഫ് ഗോഡ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മറ്റൊരാളോട് നമുക്ക് എമ്പതി കൊടുക്കാൻ നമ്മുടെ ഹൃദയത്തിൽ ഇല്ല. ബിക്കോസ് വി ആർ ടൂ മച്ച് ഒബ്സസ്ഡ് വിത്ത് വാട്ട് ഈസ് ഹാപ്പനിങ് ടു അസ്. നമുക്ക് എന്താ സംഭവിക്കുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ ഭയങ്കര ഒബ്സസ്ഡ് ആയി പോയതുകൊണ്ട് നമുക്ക് സ്വന്തം മക്കളോട് പോലും അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആൾക്കാരോട് പോലും കൊടുക്കാൻ ഒരു എമ്പതി നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയില്ല. ഓക്കെ, അപ്പോൾ ഇപ്പൊ നമ്മൾ ഇങ്ങനെ തിരിച്ചു ചിന്തിച്ചു നോക്കി. എന്നോട് പണ്ടൊരു സാറ് പറഞ്ഞാണ്, പറഞ്ഞ കറക്റ്റാണ്, പനി വരുന്ന കിടക്കുമ്പോൾ ഒരു നല്ല രസമാണ്. എന്ന് വെച്ചാൽ എന്താ, ഒന്നാമത് ജോലിക്ക് പോണ്ട, രണ്ടാമത് അന്നേരമാണ് ഭാര്യ കുറച്ചുകൂടെ സ്നേഹം കാണിക്കുന്നത്. പുള്ളിക്കാർ ചായ ഒക്കെ ഇട്ട് വന്ന് അടുത്ത് കൊണ്ടുവന്ന് ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഇത് കുടിക്കുക, അത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് കഞ്ഞിയൊക്കെ, ചൂട് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി തരും. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു, ഇത് 1-2 ദിവസമൊക്കെ വർഷത്തിൽ പനി പിടിച്ച് കിടക്കണം. അപ്പൊ ഞങ്ങള് ആലോചിക്കാൻ, നമ്മുടെ പിള്ളേരെ വളർന്ന സമയത്ത് അവർക്ക് നമ്മളോട് ഒരു ബന്ധമില്ലാതെ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പറയുന്നത്, ഇവർക്ക് എന്തെങ്കിലും ഒരു അസുഖമോ പനിയോ ജലദോഷമൊക്കെ വന്ന് അവര് നമ്മളൊന്ന് പരിപാലിച്ച് അവർക്ക് നമ്മളൊരു കെയർ കൊടുത്ത് അങ്ങനെ ഈ സ്നേഹം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം അപ്പൊ ഇത് എന്താ പറയുന്നത്, ഒരു നല്ല കാര്യമാണ് ആ പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ ആലോചിച്ച് നോക്കി, എന്റെ ഭാര്യ എനിക്ക് വേണ്ടി ഇപ്പൊ ചെയ്യുന്നത് തന്നെ വളരെ കൂടുതലാണ്. കാരണം എന്റെ യഥാർത്ഥ സ്വഭാവം വെച്ചതൊന്നും ഞാൻ അറിയിക്കുന്നില്ല. ചിന്തിച്ചു നോക്കി, ഒന്ന് പറഞ്ഞെങ്ങനെ? ആ സെൽഫ് പിറ്റി അങ്ങ് പോയില്ലേ? പോയോ? ആർക്കല്ലേ? തിരിച്ച് ഭാര്യമാര് ചിന്തിച്ചു നോക്കി, എന്റെ സ്വഭാവം വെച്ച എന്റെ ഭർത്താവ് എന്നോട് ഇപ്പൊ പെരുമാറുന്നത് തന്നെ ഭയങ്കര കൃപയാണ്. അപ്പൊ ഞാൻ എന്നെ കുറിച്ചുള്ള എസ്റ്റിമേറ്റ് ഒന്ന് താഴ്ത്തിയാൽ, ഞാൻ ഭയങ്കരനാണ്, ഒത്തിരി നന്മയുള്ളവനാണെന്നുള്ള എന്റെ സ്വഭാവം ഒന്ന് മാറ്റിയാൽ, ആ സെൽഫ് പ്രൈഡ്, ഞാൻ നേരത്തെ പറഞ്ഞാല് ഇത് പ്രൈഡിൽ നിന്നുണ്ടാകുന്ന പരാജയത്തിൽ നിന്ന് സെൽഫ് പിറ്റി, പ്രൈഡിൽ നിന്നുണ്ടാകുന്ന വിജയത്തിൽ നിന്ന് ബോസ്റ്റിംഗ് ആണ് ഉണ്ടാകുന്നത്. അപ്പോ എന്റെ ഭാര്യ എനിക്ക് ചെയ്തു തരുന്ന ഓൾറെഡി ഓവറാണ്. ദൈവം നമുക്ക് തന്നേക്കുന്ന എന്തായാലും ഓൾറെഡി ഓവറാണ്. നമുക്ക് അതിന്റെ ഒരു 10 അടി മീറ്റർ അല്ലെ കിലോമീറ്റർ പോലും അടുത്ത് നിൽക്കാനുള്ള യാതൊരു യോഗ്യതയില്ല ദൈവത്തിന് മുമ്പിൽ. ആ കർത്താവിനെ നമ്മൾ പോയി കെട്ടിപ്പിടിക്കും എന്നുള്ളത് ഭയങ്കര സംഭവമാണ്. അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പൊ അതിനകത്ത് അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരെയും കണ്ടു നോക്കി, എന്നോട് അവർ ഇത്ര സ്നേഹം കാണിക്കാൻ മാത്രം ഞാൻ ഒന്നുമില്ല. എന്റെ ഒറിജിനൽ സ്വഭാവം എന്റെ ഭാര്യയോ ഭർത്താവോ അറിഞ്ഞാൽ തിരിഞ്ഞു നോക്കേണ്ടതല്ല. പക്ഷെ ഇപ്പൊ ദൈവത്തിന്റെ കൃപയാൽ ഇത്രയെങ്കിലും എനിക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഈ ലോകത്ത് എനിക്കൊരു വസ്തു ഇല്ലെങ്കിലും കർത്താവ് എന്നെ സ്വന്തം മകനായിട്ട്
കണ്ട് എന്നെ പരിപാലിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള തോട്ട് പ്രോസസ്സിലോട് വരുമ്പോഴാണ് നമുക്ക് എല്ലാ ഈ പഴയകാലത്തെ ഇഞ്ചുറീസ് ആണ് നമുക്ക് ഒത്തിരി പിറ്റി ഉണ്ടാക്കുന്നത്. ഇപ്പം ഉദാഹരണത്തിന് നമുക്കറിയാം ഇഞ്ചുറീസ് റിയൽ. ഇപ്പൊ നമ്മുടെ അടുത്ത് വീട് കഴിഞ്ഞാൽ മുറിവുണ്ടാകും. ഓക്കെ, മുറിവുണ്ടാക്കി കഴിഞ്ഞാൽ അതേ മുറിവിലോട്ട് പിന്നെ പ്രസ് ചെയ്ത് സംഭവിക്കും. ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ട്. അതെല്ലാം മനുഷ്യർക്കും ഉണ്ടാവും. പക്ഷെ ഇത് ഇതിൽ നിന്ന് ജയിക്കാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് നമ്മളെ കുറിച്ചുള്ള നമ്മുടെ എസ്റ്റിമേറ്റ് താഴ്ത്തുക എന്നുള്ളത് മാത്രമാണ്. വി ആർ നോട്ട് ദാറ്റ് ഗുഡ്. ഓക്കെ, വി ഓൾ നീഡ് ഗോഡ്സ് ഗ്രേസ് എന്നുള്ളതാണ്. അപ്പോൾ സെൽഫ് ജസ്റ്റിഫിക്കേഷനിൽ നമ്മൾ രക്ഷപ്പെടുമ്പോൾ ശരിക്കും കർത്താവിന്റെ നീതിയാലാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടത്. അതിനകത്ത് നമ്മുടെ യാതൊരു റോളും ഇല്ല. ഇതെല്ലാം ദൈവം എനിക്ക് തന്ന അനുഗ്രഹമാണെന്നുള്ള ഒരു കാഴ്ചയിലേക്ക് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ സെൽഫ് പിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പൊ തന്നെ ഈ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് അതൊരു വലിയൊരു പ്രശ്നമാണ്. സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഏറ്റവും കൂടുതൽ ഉള്ളത് ആർക്കാന്നറിയാമോ? ഒത്തിരി കഷ്ടപ്പെട്ടവർക്കാണ്. എന്നോട് ഒരാൾ പറഞ്ഞാണ്, ആയ കാലത്ത് ഞങ്ങൾ KSRTC ബസിന്റെ ഫുട്ബോളിൽ നിന്ന് പോയി സുവിശേഷ വേല ചെയ്തവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന മര്യാദയ്ക്ക് നീ കേട്ടോണം എന്ന് അതിന്റെ അർത്ഥം. അന്ന് പുള്ളിക്ക് സീറ്റ് കിട്ടാഞ്ഞാൽ ഇന്ന് ഞാൻ അനുഭവിച്ചോണം. ഒന്ന് ആലോചിച്ച് എവിടെ നിന്ന് വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന് നിങ്ങൾ അങ്ങനെ ഫുട്ബോളിൽ നിന്ന് പോയായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. പക്ഷെ അത് പറ്റത്തില്ല. കാരണം അന്നത്തെ യാത്രയുടെ അധികാരം വെച്ചാണ് അവർ ഇന്ന് നിയന്ത്രിക്കുന്നത്. ആലോചിച്ച് നോക്കി. ഇതെല്ലാം ഈ സെൽഫ് പിറ്റിയുടെ പല പല വർണ്ണശബളമായ ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചതിക്കപ്പെടുന്നത്. അപ്പോൾ എപ്പോഴും ഈ സെൽഫ് പിറ്റിയുടെ ഒരൊറ്റ ചുരുക്കം പറഞ്ഞ ഇതാണ്, എല്ലാവരും എന്നോട് എതിർപ്പാണ്, അതുകൊണ്ട് ഞാൻ കറക്റ്റ്. എങ്ങനെയുണ്ടത്? ചിന്തിച്ചു നോക്കി. എന്നെ ആരും സ്നേഹിക്കുന്നില്ല. ജോലി സ്ഥലത്ത്, വീട്ടില്, നാട്ടില്, കൂട്ടില്, ചർച്ചില് ആർക്കും എന്നെ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ കറക്റ്റ്. കാരണം എന്താ? ഞാൻ സഫറിങ് സെയിന്റാണ്. കഷ്ടം അനുഭവിക്കുന്ന ആർക്കും ഇഷ്ടമില്ലാത്ത പാവം. അപ്പൊ എന്തോ ഒരു സിമ്പതി ഉണ്ടാകുന്നു. ശരിയല്ലേ? അപ്പൊ സെൽഫ് പിറ്റിയെ നമ്മൾ നിർവചിക്കാൻ പറയണത് ഇതാണ്, ആർക്കും എന്നെ ആരും അംഗീകരിക്കുന്നില്ല, പക്ഷെ ഞാൻ കറക്റ്റാണ്. എനിക്കെതിരെ ആൾക്കാരെല്ലാം തെറ്റ് ചെയ്യാണ്, പക്ഷെ ഞാൻ കറക്റ്റാണ്. ഇതിനെയാണ് നമ്മൾ സെൽഫ് പിറ്റിങ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കീർത്തനം 3 വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. സങ്കീർത്തനം 13 ഞാൻ വായിക്കാം, അവന്റെ വാക്യങ്ങൾ വായിക്കാം. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? റെസിസ്റ്റിംഗ് സെൽഫ് പിറ്റി, അതായത് നമ്മുടെ ഈ സെൽഫ് പിറ്റിയെ നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? സങ്കീർത്തനം 13 ആ സങ്കീർത്തനം നിങ്ങൾ അത് വീട്ടിൽ നിന്ന് വായിച്ചാൽ മതി. എനിക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ കുറെ സമയം പോകും. ഓക്കെ, നമുക്ക് വേറൊരു വാക്യം, ഒരു വാക്യമായിട്ട് 2 കൊരിന്ത്യർ ലേഖനം 1:5. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ പെരുകുന്നത് പോലെ തന്നെ ഞങ്ങളുടെ ആശ്വാസവും പെരുകും. അപ്പൊ കഷ്ടം അനുഭവിക്കുമ്പോൾ എന്ത് പെരുകണം? ആശ്വാസം. അപ്പൊ കഷ്ടം മാത്രം പെരുകി ആശ്വാസം പെരുകിയില്ലെങ്കിലും എന്തായിരിക്കും അവസ്ഥ? കഷ്ടം ഭയങ്കരമായിട്ട് പെരുകി, അതിന്റെ കൂടെ ആശ്വാസം പെരുകുന്നില്ല. എന്താണ് ഈ ആശ്വാസം? 1 പത്രോസ് 4:13. കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകുന്നതോറും നമ്മൾ സന്തോഷിച്ചു കൊള്ളുവിൻ. എന്തുകൊണ്ടാ? അങ്ങനെ നമ്മൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. അപ്പൊ കർത്താവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ നമ്മൾ ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ അന്ന് ഭയങ്കര ഉല്ലാസത്തിലേക്കും ആനന്ദത്തിലേക്കും പോകാൻ ഇടവരും. ഇതാണ് ആശ്വാസം. അപ്പൊ നമ്മൾ കഷ്ടങ്ങൾ പെരുകുന്നോറും എന്ത് പെരുകണം? ആശ്വാസം പെരുകണം. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിക്കും, ഇത് ദൈവരാജ്യവുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള കഷ്ടമൊന്നും അല്ല എന്റെ കഷ്ടം, ഇത് ചുമ്മാ മറ്റുള്ളവരുടെ കുഴപ്പമാണ്. അല്ലെ? ശരിയല്ലേ? നമ്മുടെ കഷ്ടം ആരുടെ കുഴപ്പമാണ്? അപ്പൊ ആൾക്കാർ പറയുന്നത്, ഇത് മറ്റുള്ളവരുടെ കുഴപ്പം കൊണ്ടുണ്ടാകുന്ന കഷ്ടമാണ് ബ്രദറെ, അല്ലാതെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുന്നതല്ല. ഞാൻ ഡീസന്റ് ആണെങ്കിലും മറ്റുള്ളവർക്ക് അത് മനസ്സിലാകാത്തത് കൊണ്ട് അവര് എനിക്ക് തരുന്ന കഷ്ടമാണ്. എങ്ങനെയുണ്ടത്? അപ്പൊ അതുകൊണ്ട് ചില ആൾക്കാരെ അങ്ങനെ ആശ്വസിപ്പിക്കാൻ പറ്റില്ല. അപ്പോ ഈ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഏത് കഷ്ടത്തിലൂടെ മറ്റുള്ളവരുണ്ടാക്കിയാലും ലോകത്തിൽ എവിടെ നിന്ന് വന്നാലും ഓക്കെ,
ദൈവം അത് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെ വിശദീകരിക്കാൻ വേണ്ടിയാണ്. ആ ആ കഷ്ടങ്ങളിലൂടെ ആശ്വാസം തരാതിരിക്കില്ല ദൈവം. എതിരെ വന്നതായാലും ആരും മൂലം വന്നതായാലും. ഇപ്പൊ ദൈവരാജ്യത്തിലെ കഷ്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവരാജ്യത്തിലെ കഷ്ടം ചില ആൾക്കാർ പറയുന്നത് ഈ സുവിശേഷം പറയുമ്പം സുവിശേഷ വിരോധികൾ പിടിച്ച് അടിക്കുന്നതാണ് ദൈവരാജ്യത്തിലെ കഷ്ടങ്ങൾ എന്ന്. ഒരിക്കലും അല്ല. ദൈവരാജ്യത്തിലെ കഷ്ടങ്ങൾ നമ്മൾ നിമിഷം അനുഭവിക്കുന്നതാണ്. ദൈവം രാജാവായി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന കഷ്ടം അത്. അതായത് ദൈവം നമ്മുടെ ജീവിതത്തിൽ രാജാവായി വരുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മളെ മനസ്സിലാവില്ല. അങ്ങനെയാണ് കഷ്ടം ഉണ്ടാകുന്നത്. കഷ്ടം ഉണ്ടാകുന്നത് ദൈവം പറയുന്നത് നമ്മൾ കേൾക്കുന്നു, ചുറ്റുമുള്ളവർക്ക് അത് മനസ്സിലാകുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? കഷ്ടം വരും, സ്വാഭാവികമായിട്ട് കഷ്ടം വരും. അപ്പൊ ഈ കഷ്ടം വരുമ്പോൾ അത് ഈ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ഒരാൾ ആഗ്രഹിച്ചാൽ നമ്മൾ തവിട് പൊടിയാവും. കാരണം ദൈവം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മളെ കടത്തിക്കൊണ്ട് നമ്മുടെ ഈ സെൽഫിനെ ഉടയ്ക്കാൻ, ഈ സെൽഫിനെ തകർക്കാൻ വേണ്ടി കർത്താവ് എപ്പോഴും ഇടുക്കുവഴിയിലൂടെ കയറ്റിവിടുന്നു. അപ്പം തീർച്ചയായിട്ടും ദൈവരാജ്യത്തിലേക്കുള്ള വഴി ദുർഘടമായതുകൊണ്ട് അതിലേക്ക് കയറുമ്പോൾ വാള് വീട്ടിലും നാട്ടിലും എല്ലാം ഒഴുകും. നമ്മുടെ സഹോദരന്മാരെ മക്കളൊക്കെ അനുഭവിക്കുന്നു തന്നെ അത് നമുക്ക് എന്താ പറയുക, ഒരു പീഡനം തന്നെയാണ്, ഒരു കഷ്ടം തന്നെയാണ്. അതിന് ബൈബിൾ എടുത്തുകൊണ്ട് വഴിയിൽ നിന്ന് എല്ലാവരുടെ തല്ലുകൊള്ളേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ഇഷ്ടംപോലെ സഫറിങ് ദൈവരാജ്യത്തെ പ്രതി നമ്മൾ ഓരോ നിമിഷവും അനുഭവിക്കാൻ വേണ്ടി തന്നെ വിളിക്കുന്നു. നമ്മളെ ആശ്വാസം പെരുകും. കാരണം ഇതിനെല്ലാത്തിനും പ്രതിഫലമുണ്ട്. നമ്മൾ കടന്നു പോകുന്ന ഓരോ മോമെന്റിലും നമ്മുടെ വിശ്വാസത്തിനും പ്രതിഫലമുണ്ട്. അത് അവന്റെ തേജസ്സിൽ നമ്മൾ വെളിപ്പെടുന്നുള്ളതാണ്. ആ തേജസ്സിലേക്ക് അതുകൊണ്ട് ഒറ്റ സൊല്യൂഷനായിട്ട് നമ്മൾ സംസാരിച്ചാൽ ഇങ്ങനെ പറയേണ്ടത്, ഓൾവേസ് ലുക്ക് അപ്പ്. എപ്പോഴും മുകളിലേക്ക് നോക്കുക. ക്രിസ്തു നമുക്കായി അനുഭവിച്ച കഷ്ടങ്ങളെ ഓർക്കുക. ക്രിസ്തു ഇതിന് പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. അതിന് നീതിയുടെ കാര്യത്തിലില്ല, കഷ്ടങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കഷ്ടം സഹിച്ച കർത്താവിനെ ധ്യാനിച്ചോളാൻ പറഞ്ഞു. കർത്താവും ഇത് തന്നെ ആശ്വാസം പ്രാപിച്ചുകൊണ്ടിരുന്നു. കർത്താവ് എന്താ ആശ്വാസം പ്രാപിച്ചുകൊണ്ടിരുന്നു? ഓരോ കഷ്ടത്തിലും പാപികളാൽ ഇത്ര വലിയ കഷ്ടം സഹിച്ചു. എന്തിനാ? മുമ്പിൽ വെച്ചിട്ടുള്ള സന്തോഷം ഓർത്ത്, ആ ആശ്വാസം ഓർത്ത് തന്നെയാണ് കർത്താവ് സഹിച്ചത്. സോ വി ആർ ഓൾസോ ഗോയിങ് ത്രൂ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സഫറിങ്സ്. അത് സെൽഫ് പിറ്റിയിലോട്ട് പോകാതിരിക്കണമെങ്കിൽ, അത് നമ്മൾ എണ്ണി വെക്കാതിരിക്കണമെങ്കിൽ, ഓക്കെ, ഈ പല സാക്ഷ്യങ്ങളും അങ്ങനെയാണ്. സെൽഫ് പിറ്റിക്കകത്ത് മുങ്ങി നിറഞ്ഞ സാക്ഷ്യങ്ങളായിരുന്നു കേൾക്കുന്നത്. കർത്താവിന് വേണ്ടി ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ സുവിശേഷ വിരോധികൾ എന്നെ തടഞ്ഞു. ഒന്നും സംഭവിച്ചില്ല, ജസ്റ്റ് ഒന്ന് വിരട്ടി വിട്ടേ ഉള്ളൂ. പക്ഷെ അതൊരു 15 പേരോട് പറയാതെ എനിക്കൊരു സമാധാനമില്ല. കാരണം ഞാൻ കഷ്ടപ്പെട്ട് ഇത് ചെയ്യുന്നതെന്ന് വെളിപ്പെടുത്താതെ എനിക്കൊരു സമാധാനം തോന്നില്ല. പ്രിയ സഹോദരങ്ങളെ, അത് നമുക്ക് വലിയ കാര്യമൊന്നും അല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഈ ആശ്വാസം. ഇന്ന് പല സാക്ഷ്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ അതിനകത്തെല്ലാം ഈ സെൽഫ് പിറ്റിയുടെ ഭയങ്കര എക്സ്പ്രഷൻസ് ആണ്. നിങ്ങൾ ഈ സൂക്ഷിച്ച് നോക്കും, പലരും പറയുമ്പോൾ ഈ സെൽഫ് പിറ്റി ആയിരിക്കും. ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും വിചാരിക്കരുത് നിങ്ങളെ കുറിച്ചാണ്. ഞാൻ എന്റെ എക്സാമ്പിൾ ഒത്തിരി പറഞ്ഞില്ലേ? ഞാൻ ആദ്യം തന്നെ എന്റെ എക്സാമ്പിളാണ് പറഞ്ഞു. എന്നെ എവിടെ തോപ്പിക്കുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പം നിങ്ങൾ ഒരിക്കലും ഞാൻ സംസാരിക്കുന്നത് നിങ്ങളോടുള്ള ഒരു ഉപദേശമായിട്ട് എടുക്കരുത്. ഇത് വചനത്തിന്റെ വെളിപ്പെടുത്തലായിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. കർത്താവിലേക്ക് നമ്മൾ നടക്കുമ്പോൾ കർത്താവിന്റെ സ്വഭാവം ഉള്ളവരായി മാറാൻ വേണ്ടി ദൈവം നമ്മളെ നടത്തിക്കൊണ്ട് പോകുന്ന ഓരോ സാഹചര്യങ്ങളാണ്. അപ്പോൾ there is only one solution. Always look up and see the Lord who suffered everything. അവിടെ ഒരു സെൽഫ് പിറ്റിയും ഇല്ലാതെ, കണക്കില്ലാതെ നമുക്ക് വേണ്ടി വിശപ്പും ദാഹവും അനുഭവിച്ച് വേർത്ത് കുളിച്ച് ദാഹിച്ച് വരണ്ട് ഉണങ്ങി കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് തകർക്കപ്പെടുമ്പോഴും അവൻ മുമ്പിലുള്ള സന്തോഷം മാത്രം ഓർത്തുള്ളൂ. ഇതൊരു ഭയങ്കര ഒരു കാര്യം. നമുക്ക് ആ മുമ്പിലുള്ള സന്തോഷം മാത്രം ഓർക്കാനുള്ള ഒരു ഏകാഗ്ര ഹൃദയം നമുക്ക് എല്ലാവർക്കും ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോട് സ്തോത്രം. അവിടുത്തെ വിലയേറിയ നാമത്തിന് ഞങ്ങൾ നന്ദി പറയുകയും സ്തോത്രം ചെയ്യുന്നു. പുത്രനെ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വിലയേറിയ ആ രക്ഷയുടെ സന്തോഷത്തിനായി, ആശ്വാസത്തിനായി, നിത്യമായ വാഗ്ദത്തങ്ങൾക്കായി, ഞങ്ങൾ എല്ലാവിധ പാപങ്ങളിൽ നിന്നും പാപത്തിന്റെ വഞ്ചനയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.